ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് ഞാനൊരു ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് ബർഫി. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മുമ്പ്, ഇത് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ക്യാരറ്റ് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കും കൂടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ബർഫി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ക്യാരറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഈ കപ്പിൽ 2 കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിന് 1 കപ്പിൽ മാത്രമേ ഞാൻ വെച്ചോളൂ, പക്ഷേ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും, പിന്നെ 2 ടേബിൾ സ്പൂണോളം തന്നെ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പോളം പാല്. ഇനിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് നന്നായി നെയ്യിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പോളം പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി സ്റ്റിർ ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് അതിലത്തെ ആ പാലൊക്കെ വറ്റി നമ്മുടെ ക്യാരറ്റിലേക്ക് നന്നായി അബ്സോർബായിട്ട് കിട്ടുന്ന വരെ നമ്മൾ നന്നായി നമ്മളുടെ ക്യാരറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല ഫ്രണ്ട്സുകളും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ക്യാരറ്റിലേക്ക് ആ പാലൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പഞ്ചസാരയും നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണുകൾ പാൽപ്പൊടി ആഡ് ചെയ്തതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അത് നന്നായി യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ബർഫി നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് മോൾഡിലാണോ നമ്മുടെ ബർഫി സെറ്റാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൾഡിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ നന്നായി അതിനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലെവലിംഗ് ആണ് നടത്തുന്നത്, കാരണം എനിക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മധുരമുള്ളതായ കാരണം ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാം വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കാം. അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടുള്ള ബദാം ഞാൻ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു ചൂട് കൊടുക്കണം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
എന്നാലാണ് നമുക്ക് ഒരു അരമണിക്കൂറോളം, അതല്ലാന്നുണ്ടെങ്കിൽ 10-20 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സാധാരണ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ നമ്മൾ ആ മൈദപ്പൊടി ആഡ് ചെയ്ത കാരണം നമുക്കത് നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക. നമ്മൾ കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് കഴിച്ചോളും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മധുരമൊക്കെ നമ്മൾ കുറച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പാകത്തിനുള്ള മധുരമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങളും റെഡിയാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.